ഷോപ്പിംഗ്, മൂന്നാമത്തേതാണ് ഫുഡ്. അപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജ് എന്താണെന്ന് ഗൂഗിളിൽ അടിച്ചാലും യൂട്യൂബിൽ അടിച്ചാലും നിറയെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് കഴിക്കാം, വാട്ട് ആർ ദി ബെസ്റ്റ് ഫുഡ്സ് ടു ഹാവ് വെൻ യു കം ടു ഗ്ലോബൽ വില്ലേജ് നമുക്ക് നോക്കാം അല്ലേ. കം ഓൺ, ലെറ്റ്സ് ഗോ. ഡിഷാണ് ചുറോസ്. പോർച്ചുഗലിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന സംഭവമാണെന്നാണ് പറയുന്നത്. എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ അറിയില്ല, പക്ഷേ അവിടെ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും. അപ്പോൾ ഇത് ഞാൻ തിന്നു. മെയിൻലി ഡവ് വെച്ചിട്ടാണ്, ഡവ് ആൻഡ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രൈഡ് ഐറ്റമാണ് മെയിൻലി ഇത്. അങ്ങനെ ചോക്ലേറ്റ് ഡിപ്പും ഉണ്ട്. ഇതിൻ്റെ യു എയിൽ ഇപ്പോൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഐറ്റമാണ്. മെയിൻലി അത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നത് പോർച്ചുഗലാണ്. അത് ഫിലിപ്പീൻസിന് ഭയങ്കര കോമൺ ആണെന്നാണ് പറയുന്നത്. സോ ഐ തിങ്ക് അവരായിരിക്കും ഇവിടെ അത് പോപ്പുലർ ആക്കുന്നത്. മെയിൻലി ഇത് നല്ലതാണ്. ഇത് മസ്റ്റ് ട്രൈ. ഞാനിപ്പോൾ നിൽക്കുന്നത് ബോസ്നിയ എന്ന് പറയുന്ന ഫുഡാണ്. അപ്പോൾ ബോസ്നിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ഡിഷ് എന്താണെന്ന് വെച്ചാൽ അവരുടെ കബാബ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെയാണ് അവരുടെ ഷോപ്പ്. ബോസ്നിയൻ കബാബ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടെ മെയിൻലി എന്താണെന്ന് വെച്ചാൽ അവർ സെർവ് ചെയ്യുന്നത് കബാബാണ് ഓബിയസ്ലി. അപ്പോൾ അത് മീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഇപ്പോൾ ഞങ്ങളത് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങളത് ഓർഡർ ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സ് അത് അവർ ഓർഡർ ചെയ്യണത്. മീറ്റ് ലവേഴ്സിന് മസ്റ്റ് ട്രൈ ആണ്. നമ്പർ 3 ചീസ് വീൽ പാസ്ത. ഇത് കിട്ടുന്നത് യൂറോപ്പ് പവലിയനിലാണ് മെയിനായിട്ട്. ഇതെങ്ങനെയാണ് ഇത് ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ നോർമൽ പാസ്ത തന്നെയാണ്, പക്ഷേ അത് പ്രിപ്പയർഡ് ഇൻ എ ചീസ് വീൽ. ആ ചീസ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അത് വീലുകൊണ്ട് ഉണ്ടാക്കിയ ചീസ് തന്നെയാണ്. അപ്പോൾ ഹാർഡ് കുക്ക് പാസ്ത നമ്മൾ ആ വീലിലേക്ക് ഇടുമ്പോൾ ചീസ് മെൽട്ടായിട്ട്, അത് ഫ്രഷ് ചീസാണ്, ചീസ് മെൽട്ടായിട്ട് ഈ പാസ്തയുടെ ഉള്ളിലേക്ക് അത് അലിഞ്ഞ് ചെയ്യും. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതിന് നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ടോപ്പിങ്സ് ചെയ്യാം. അതിന് ഞങ്ങൾ വെച്ചിട്ടുള്ളത് പ്ലെയിൻ ആൽഫ്രെഡോ പാസ്തയാണ് ഇത്. അതിനെ വേണമെങ്കിൽ നമുക്ക് മഷ്റൂമായിട്ട് ടോപ്പ് ചെയ്യാം. അങ്ങനെ വേറെ പലതരത്തിലും വെച്ചിട്ട് ടോപ്പ് ചെയ്യാം. ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ 25 dirhams ആണ് ഇതിൻ്റെ വില. അപ്പോൾ ഇതൊരു 2 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ യമ്മിയാണ്. മെയിൻലി ചീസിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ട്, നല്ല ഫ്രഷ് ചീസാണ്. പിന്നെ അതൊരു ബ്ലാക്ക് ടേസ്റ്റ് ആവും നമുക്ക് നോക്കുന്നത്, പക്ഷേ അതിൻ്റെ ചീസിൻ്റെ എസെൻസ് നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഗ്ലോബൽ വില്ലേജ് വരുമ്പോൾ യൂറോപ്പ് യൂണിയൻ മസ്റ്റ് ട്രൈ. ലോക്മയാണ്. ഇത് UAE ക്വിസീനിൽ UAE പവലിയനിൽ കിട്ടുന്നതാണ്. ഇത് മെയിൻലി ഒരു മിഡിൽ ഈസ്റ്റേൺ സ്വീറ്റ് ഡെലിക്കസിയാണിത്. ഇതിൻ്റെ പേര് ലുക്കൈമത്ത് എന്നാണ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുക, പക്ഷേ അതിൻ്റെ ലോക്മ എന്നാണ് പറയുക. ഇത് UAE പവലിയനിലാണ് മെയിനായിട്ട് കിട്ടുക ഗ്ലോബൽ വില്ലേജിൽ. പക്ഷേ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കി, ഗ്രീസ്, സിറിയ എന്നൊക്കെ വന്നിട്ടുള്ള സാധനമാണിത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചു നോക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ മൈദ, പിന്നെ നമ്മുടെ എഗ്ഗ്, പിന്നെ സ്വീറ്റ് ഇട്ടിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഗുലാബ് ജാമുനാണ്. അതിൻ്റെ ഡിപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു അവർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് സോസോ ഒരു ഹണി പോലെ, ഹണി അല്ലേ അതുകൊണ്ട് വരും അല്ലേ? നട്ടെല്ലാണ്. അല്ല, ഹണി തന്നെയാണ്. ഹണിയാണ് അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ചെയ്തേക്കുന്നത് നമ്മൾ. ഞാൻ നോക്കട്ടെ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൈഡായിട്ട് മൈദ ഒരു ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്വീറ്റ് ടോപ്പിംഗ് ഇട്ടേക്കാം. നല്ല ടേസ്റ്റാണിത്. ഇതിന് എത്രയാണ് കഴിഞ്ഞാൽ 5
11 ദറാണ് ഈ ഹോൾ. ഒരു ഇത്ര കിട്ടും നമുക്ക്. അപ്പോൾ ഒരു 3 പേരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ആണ്. ഇവിടെ നമുക്ക് അടുത്ത് നോക്കാം. ഇനി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ഇത് തായ്ലൻഡ് പവലിയൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. ഇത് മെയിൻലി ഫുഡ് ട്രക്സ് ആണ്. ഇവിടെ മെയിൻലി തായ് ഫുഡ്സ്, പിന്നെ തായ് സ്നാക്സ്, പിന്നെ തായ് മെയിൻ കോഴ്സ് ആണ്. തായ് സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്രിംസും പിന്നെ അതേപോലെ ചിക്കനും ഒക്കെ ഫ്രൈഡ് ആയിട്ടുള്ളത്. നല്ല സ്പൈസി ആയിട്ട് സ്പൈസി കിട്ടും, അല്ലെങ്കിൽ സ്പൈസി എല്ലാം വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ. പിന്നെ ഒരു സ്പെഷ്യൽ ഡിപ്സ് ഒക്കെ ഉണ്ടാവില്ലേ. അതേപോലെ ടോമിയം നൂഡിൽസ്, അങ്ങനെ വെറൈറ്റി ഓഫ് നൂഡിൽസ് ഉണ്ട്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാം അങ്ങനെ. അതേപോലെ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള തായ് ഫുഡ്സും കൂടി ഉണ്ട് ഇവിടെ. മസ്റ്റ് ചെക്ക് ഔട്ട് ആണ് ഇവിടെ വരുമ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തായ്ലൻഡ്. ഫുഡ് സ്ട്രീറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത്. ഇതൊരു സോഫ്റ്റ് ഡ്രിങ്ക് പറയാം, റാസ്ബെറി ഡ്രിങ്ക് ആണ്. ഇറ്റ് ഈസ് ലിക്വിഡ് നൈട്രജൻ ഇൻ ഇറ്റ്. നിങ്ങൾക്ക് കാണാനല്ലേ ഇതിട്ട് പോക എങ്ങനെ പോണത്. ലെറ്റസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവും. ഐ ആം സോ എക്സൈറ്റഡ്. ടോട്ടലി മൈ ടൈപ്പാണ്. ഫ്രൂട്ടിയാണ്, ഭയങ്കര സ്വീറ്റ് ആണ്, റാസ്ബെറിൻ്റെ ഫ്ലേവറും ഉണ്ട്. സോ എല്ലാവരും ഉപയോഗിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് തേഴ്സ്ഡേ ആണെങ്കിൽ മസ്റ്റ് ട്രൈ. ഓപ്പോസിറ്റ് ഇതിലാണ്. Travel.